നമസ്കാരം. നമ്മളപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ അനാലൈസിസുമായിട്ട് വന്നേക്കാണ്. അപ്പോൾ നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ മന്ത്ലി ചാർട്ടിൽ ഇതുവരെ ഒക്ടോബർ മുതൽ ഉള്ള മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1500 അടുത്തുള്ളൊരു മൂവാണ് നിഫ്റ്റി ടോട്ടലായിട്ട് മൂവ് ആയിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടായി. ഇപ്പോൾ അന്നത്തെ ദിവസത്തെ മൂവ്മെൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വീണ്ടും പാനിക്കായി. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഏരിയ 2698 ആയിരുന്നു. പക്ഷേ നിഫ്റ്റി പോകുന്നത് അതിന് തൊട്ടടുത്ത് ഒരു 104 വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സലായി. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെൻസെക്സിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ന്യൂസിനെ ബേസ്ഡ് അല്ല നമ്മുടെ ട്രേഡിംഗ് രീതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പല സംഭവ വികാസങ്ങളുണ്ടെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി 1500 പോയിൻറ്റോളം നിഫ്റ്റിയിൽ തന്നെ മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം താഴേക്ക് വരും നോക്കാം. അപ്പോൾ ഇതിന് ഇനിയും ബിയറിഷ് സൈൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫിബ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫിബിൻ്റെ 50% റീട്രേസ്മെൻറ്റ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ 1500 പോയിൻറ്റിൻ്റെ മൂവ് വന്നതിന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു 750 പോയിൻറ്റിൻ്റെ മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ആഴ്ചയിൽ മിനിമം നമ്മൾ ആ റേഞ്ചെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എത്ര ലെവൽ വരും, അതായത് 25,370 ആ ലെവലെടുത്ത് വരും. നമുക്ക് അവിടെ ഒരു ലെവലുണ്ട്, നമുക്ക് ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 361 ആ ലെവൽ വരെയൊക്കെ നമുക്ക് മാർക്കറ്റ് മൂവ് ആവാനുള്ള ഒരു സാധ്യത നമുക്ക് താഴേക്ക് വന്നാൽ നമുക്ക് കാണാം. അപ്പോൾ സപ്പോർട്ട് എടുക്കുന്നതാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്ന ഒന്നാണ്. ഒരു മൊമെൻ്റം ക്യാൻഡലിൻ്റെ ലോയും അതേപോലെ തന്നെ മിഡും എന്തായിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതേ സെറ്റപ്പിൻ്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നോട്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഈ പാറ്റേൺ എല്ലാവർക്കും അറിയാൻ പറ്റും. കണ്ടോ, ഈ പാറ്റേൺ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ സിംഗിൾ പവർഫുൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഈ വന്നിരിക്കുന്നത്. അത് ഏത് ഏരിയയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കാം. നമ്മളുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ഇത് നമ്മുടെ റിവേഴ്സൽ ഏരിയ, അതിൻ്റെ പൊസിഷണൽ സ്റ്റോപ്പ് ലോസ് ആണ് 226 ലെവൽ നമ്മൾ അന്ന് മാർക്ക് ചെയ്തിട്ടിരുന്നത്. അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് മേജർ റിവേഴ്സിൽ മാർക്കറ്റ് കൊടുത്തിട്ട് ഇന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഏതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഗ്രേവ് സ്റ്റോൺ ഡോജി ടൈപ്പിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇൻ കേസ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് എത്രയാണ്, 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരു നല്ല മൂവ്മെൻ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ലിബറലായിട്ട് അത്യാവശ്യം ഫോർകാസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ താഴെ ചിലപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ കിട്ടിയ പോലെ ഇവിടെ ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിലും വരാം. നമുക്ക് ഉറപ്പുള്ള കാര്യമില്ല. നമ്മളെന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ട്രെൻഡിനനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് രീതികളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരാണെങ്കിൽ മാർക്കറ്റിൻ്റെ രീതി തന്നെ വീണ്ടും മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഏത് പാറ്റേൺ ആവും എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈവനിങ് സ്റ്റാർ പാറ്റേണിലേക്ക് വന്ന 3 ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൻ്റെ പവർഫുൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച വളരെ നിർണായകമാണ്. ഈ ആഴ്ചയിലത്തെ മൂവ്മെൻറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രേഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇനി ഈ ആഴ്ച നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ലെവലുകളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ ആഴ്ചയിൽ ഒരു 25,861 ഈ റേഞ്ചിന് മേലെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് ത്രൂ ഔട്ട് ഈ റേഞ്ച് വരെ പോകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊരു ബിയറിഷ് എൻഗൾഫിങ്ങോ ബിയറിഷ് റാമിയോ നമുക്ക് പഠിച്ച രീതിയിലുള്ള ഏതെങ്കിലും റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ കണ്ട അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പൊസിഷണൽ സ്റ്റോപ്പ് ലോസ് റേഞ്ച് ഈ റേഞ്ചാണ് നമുക്ക് വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, താഴേക്കുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഈ റേഞ്ച് ഒരു 700 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, താഴേക്കുള്ളൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ചെറിയ ടാർജറ്റുകളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 600 620 ആ റേഞ്ചും. അതല്ല വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, താഴേക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് 530 to 550 റേഞ്ച് നമുക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ലെവലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രാഡേക്ക് വേണ്ട ലെവലുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ റിവേഴ്സൽ ഏരിയയിൽ നിന്ന് ഓൾറെഡി നല്ല മൂവ്മെൻറ്റ് കൊടുത്തു. നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്ത ഒരു ടാർജറ്റ് 2000 പോയിൻറ്റിനടുത്തുള്ളൊരു ടാർജറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓൾറെഡി 1100 പോയിൻറ്റിനടുത്ത് നമുക്ക് മാർക്കറ്റ് തന്നു കഴിഞ്ഞു ആ റിവേഴ്സൽ ഏരിയയിൽ നിന്ന്. അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 57,699 ലെവലിലാണ്.
അപ്പോൾ നമുക്കൊരു കീ സപ്പോർട്ട് ലെവൽ നമുക്കൊരു 57,000 ആയിട്ട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, അതായത് 57,000-ത്തിനടുത്ത് ബാങ്ക് നിഫ്റ്റി വരുന്നിടത്തോളം കാലം, അതായത് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ബൈ ഓൺ ഡിപ്പ് ബേസിലായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോവുക. ഇപ്പോൾ ഈ ബിയറിഷ് മൊമെൻ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ വീക്കിലിയിൽ നോക്കിയാലും ഇവിടെയും ഗ്രേവ് സ്റ്റോൺ ഡോജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബിയറിഷ് സിഗ്നലാണ്. നമുക്കിവിടെ ഒരു അതേ റെഡ് ക്യാൻഡലിൻ്റെ പാറ്റേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വരെയും നമ്മൾ ഇത് ചെയ്യണം, സെക്യൂർഡ് ആയിട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ 57,000 വരെയുള്ള റേഞ്ചിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്നാലും അതൊരു നോർമൽ കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് വിലയിരുത്തപ്പെടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അത് വലിയൊരു മൂവ്മെൻ്റ് എന്ന് പറയാനല്ലോ, ഒരു 1,500 പോയിൻറ്റിൻ്റെ അടുത്ത് ഉള്ളൊരു മൂവ്മെൻറ്റ്. അപ്പോൾ അത് ചിലപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, മാർക്കറ്റിനെ കണ്ടിന്യൂ ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ച് വീണ്ടും ഈ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിനെ കൊണ്ടുവരാം. അതല്ല, നമുക്ക് 57,000 താഴേക്കുള്ള ഒരു വീഴ്ച, അത് കഴിഞ്ഞിട്ട് അതിന് താഴെ ഈ റേഞ്ചിന് അടിയിലാണ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, മാർക്കറ്റ് വീണ്ടും ഒരു താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഈ പറഞ്ഞ ലെവലുകളിലേക്കൊക്കെ എത്താനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമ്മളെ ട്രേഡ് പ്ലാൻ അങ്ങനെ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് HDFCയുടെ റിസൾട്ട് വലിയ കുഴപ്പമില്ലെങ്കിലും കൊഡാക്കിൻ്റെ റിസൾട്ട് ഇത്തിരി മോശമൊക്കെയാണ്. അപ്പോൾ ന്യൂസുകളെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടി നോക്കുക. എന്നിട്ട് മാർക്കറ്റ് എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നതനുസരിച്ചിട്ട് മാത്രം ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മന്ത്ലി ട്രെൻഡ് ചേഞ്ചിങ് ലെവലായിരുന്നത് 56,000 ആ റേഞ്ചായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 21 SMA മേലെ, അത് ഏകദേശം 57,000 അടുത്ത് തന്നെ. അപ്പോൾ ആ ലെവൽ വരെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു ട്രെൻഡിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവർ ബൈ ഓൺ ഡിപ്പിലെ അതിനെ കാണാൻ സാധ്യതയുള്ളൂ. പക്ഷേ നമ്മളെ മുന്നിൽ ഇങ്ങനെയുള്ള വീക്ക് പൊട്ടൻഷ്യൽ കൂടി നമ്മൾ അലർട്ടായിരിക്കണം. കൊഡാക് ബാങ്കിൻ്റെ റിസൾട്ടുകൾ, അതേപോലെയുള്ള HDFCയുടെ റിസൾട്ടിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് ടൈമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു പൊസിഷണൽ ട്രേഡേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 57,850 ആ റേഞ്ച് ഉണ്ടോ. അപ്പോൾ ഈ റേഞ്ചിന് മേലെ മാർക്കറ്റ് നമുക്കൊന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്കെന്താണ്, ഒരു മേലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എത്ര വരെ, ഒരു 58,100 അടുത്തോ, അതല്ലെങ്കിൽ 58,335. നമുക്ക് ഈ ലെവലിൽ നമ്മളുള്ള സ്റ്റോപ്പ് ലോസ് റേഞ്ച് ആയതുകൊണ്ട് അതുവരെയുള്ള റേഞ്ച് ഞാനും എക്സ്പെക്റ്റ് ചെയ്യണുള്ളൂ മുകളിലോട്ട് പോയാൽ. അപ്പോൾ ഇൻ കേസ് നമുക്ക് 57,400 താഴെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു മൂവ്മെൻറ്റുകൾ ഒരു 57,100 to 150 റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. ഇനി അവിടെ നിന്ന് പോകുകയാണെങ്കിൽ നമുക്കെന്താണ്, ഒരു 56,800 to 850 റേഞ്ചിലേക്കും മാർക്കറ്റ് എത്താനുള്ള ചാൻസ് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ നമ്മൾ വളരെ അലർട്ടായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡിംഗ് പ്ലാൻ ചെയ്യേണ്ടത്. കാരണം മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ പല ഇൻഡെക്സുകളിലെയും എക്സ്പയറി കൂടി അന്നത്തെ ദിവസമുണ്ട്. പിന്നെ നമ്മൾ സെൻസെക്സിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ റെഫറൻസുകൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. എല്ലാത്തിലും സിമിലർ പാറ്റേണുകളാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് മാർക്കറ്റ് ഗതി ചിലപ്പോൾ മാറ്റാനും പോകുന്നത്. അപ്പോൾ ഈ ആഴ്ച ഇത്തിരി കോഷ്യസ് ആയിട്ടിരിക്കുക, സേഫായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക, സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യാം. എന്തായാലും ബയർ സൈഡിലേക്ക് ആണെങ്കിൽ ഇതിന് മേലെയുള്ള ഒരു സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മളെ പ്ലാനിൽ അതുള്ളൂ. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ലെവലുകളിലൊക്കെ നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡലിൻ്റെ സാന്നിധ്യമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, പാറ്റേണുകൾക്കനുസരിച്ചിട്ട് നമുക്ക് ട്രേഡുകളിലേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഏതെങ്കിലും സ്റ്റോക്കുകളെ പറ്റി അറിയാനോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.